സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് അവൻ്റെ മാഷ്മാരെല്ലാവരും എന്നോട് പറഞ്ഞതാണ്, എന്താ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ എന്നുള്ളത്. പേര് നിവേദി കൃഷ്ണ. ആൾക്കിപ്പോൾ 17 വയസ്സാവുന്നു. ആൾക്ക് ഡൗൺ സിൻഡ്രോമാണ്. ഞാൻ ഒരു 9 വർഷം ഓഫ്ലൈനായിട്ടായിരുന്നു അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തെറപ്പി. ഇപ്പോൾ ഒരു 1.5 വർഷത്തോളം ആവുന്നു ഓൺലൈനായി മാറിയിട്ട്. അപ്പോൾ ഓഫ്ലൈൻ ആകുന്ന സമയത്ത് അവൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ചില കാര്യങ്ങളിൽ റൊട്ടീൻസിൽ അവന് ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ നേരത്തെ എണീക്കൽ. നമുക്കൊരു ടൈം ഉണ്ടാവുമല്ലോ രാവിലെ സ്കൂളിൽ പോകുന്നതിൻ്റെ. ആ ഒരു ഇതൊക്കെ ഇപ്പം എനിക്ക് ഓൺലൈൻ ആയപ്പോൾ കുറച്ച് കുറഞ്ഞിട്ട്. കാരണം ഓൺലൈൻ തെറപ്പീൻ്റെ സമയത്ത് ആ ഒരു ടൈമാണ് ഉച്ചക്കേ തുടങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ അവന് നല്ല ഉഷാറായിട്ട് ഇരിക്കാൻ തുടങ്ങി. മറ്റേത് അവന് പോയി അവിടെ എത്തുന്ന സമയം, ഞാൻ കോഴിക്കോടാണെങ്കിലും ഇവിടെ ആണെങ്കിലും അവന് പോയി അവിടെ എത്തുമ്പോഴേക്ക് യാത്രാക്ഷീണം അവനുണ്ടാവും. അതൊന്ന് മാറിക്കിട്ടണം. വീട്ടിലാകുമ്പോൾ അവന് ഞാനും കൂടെ ഇരിക്കണോണ്ടാ തോന്നുന്നു കുറച്ചും കൂടി അവന് ഇഷ്ടമാണ് ഇരിക്കാൻ. ആദ്യത്തെ ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ ഇപ്പം ഞാനത് കുറച്ചും കൂടിയും കാണുന്നുണ്ട്. ഓഫ്ലൈൻ ആയിരുന്ന സമയത്ത് ഞാൻ കാണുന്നില്ല. അവിടെ എത്തി അവന് അവരുടെ കൂടെ ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് അറിയണില്ല എന്താണെന്നുള്ളത്. കഴിഞ്ഞിട്ട് അവന് ടീച്ചേഴ്സ് നമ്മളോട് അപ്പോൾ പറയുമ്പോഴതേ അറിയുന്നുള്ളൂ. ഇത് ഫുൾ ടൈം ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് അവൻ എങ്ങനെയാണെന്നും അവൻ ഓരോ കാര്യങ്ങൾ പറയണതും അപ്പോഴേക്ക് എനിക്കും കിട്ടുന്നുണ്ട്. അവൻ്റെ മാറ്റം അറിയുന്നുണ്ട്. അവനിഷ്ടമാണ് ഇപ്പോൾ ഇരിക്കാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ ആദ്യം ചോദിക്കുക എന്നുണ്ടോ എന്നാണ് ചോദിക്കുക എന്നോട്. എന്താ സ്പീച്ച് ഉണ്ടോ, സ്പെഷ്യൽ ഉണ്ടോ എന്നൊരു ചോദ്യം ആദ്യം ചോദിക്കും. ഏതോ ഒരു ഓട്ടിസം ഡേക്ക് 2017 തോന്നുന്നു, അന്ന് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഇവിടുന്ന് പോയി. അപ്പോൾ അവനെ അന്ന് വന്ന വോളണ്ടിയേഴ്സിൽ ഏതൊരാൾ, ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നുകൊണ്ട് പോയിരിക്കുക. അപ്പോൾ അവനെ പിന്നെ നടത്താൻ വയ്യ. ആരൊരാൾ അവൻ്റെ തോളിൽ എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ആ ഫോട്ടോ അന്ന് ഓട്ടിസം ഡേക്ക് ഇടാൻ സാർ എന്നോട് സമ്മതം ചോദിക്കാൻ ഒന്ന് ധൈര്യമായിട്ട്. കാരണം അവൻ്റെ ബാക്കേ കാണുന്നുള്ളൂ, അവൻ്റെ മുഖം കാണുന്നില്ല. ഞാൻ എന്തിനാ സമ്മതം ചോദിക്കുന്നിട്ട്? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അവനെ എല്ലായിടത്തേക്കും കൊണ്ടുപോകണില്ലേ, ഒരാളെ മുന്നിലും മറച്ച് വെക്കണില്ലല്ലോ. പിന്നെ ഇല്ല, ഞാൻ എവിടെ പോകുന്നതിനും കൊണ്ടുപോകലുണ്ട്. ഏത് ഓഫ്ലൈനിൽ നിന്ന് മാറി ഓൺലൈനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സ്പീച്ച് ആണെങ്കിലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും അവനത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് എടുത്ത് തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി അവൻ മാത്രമല്ല എനിക്കും അതിലേക്ക് കുറച്ചും കൂടി എന്താ പറയുക ഇൻവോൾവ് ആവാൻ പറ്റി. അവന് താല്പര്യവും കാണിക്കുന്നുണ്ട്. മറ്റേത് ചെയ്തതിനേക്കാട്ടിലും താല്പര്യം വേണമെന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട് അവന്. സ്പീച്ച് തെറാപ്പിയൊക്കെ ആണെങ്കിലും ഓഫ്ലൈനിൽ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ അവന് ഓൺലൈനിലും അവനത് കിട്ടുന്നുണ്ട്. അത് നമുക്കും തന്നെ അത് അപ്പം തന്നെ അവരുടെ ടെക്നിക്സും കാര്യങ്ങളും അവർ തെറപ്പി ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ടെക്നിക്സും മറ്റും നമുക്കിത് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ്. മറ്റേത് ഓഫ്ലൈൻ ആകുമ്പോൾ ലാസ്റ്റ് അതിൻ്റെ റിവ്യൂ ഇങ്ങനെയാണെന്ന് ചെയ്തെന്ന് മാത്രമേ പറയുള്ളൂ. ഇത് ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ ആ തെറപ്പീൻ്റെ അത്രയും ടൈമും നമ്മളത് നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് തെറപ്പി ഒക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നും തെറപ്പി തുടങ്ങിയിരുന്ന ടൈമിലാണെങ്കിലും ആളുകളുടെ ഇടയിൽ സംസാരം വളരെ കുറവായിരുന്നു. മുഖത്തോക്കി സംസാരിക്കൽ ഇതൊക്കെ കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ തെറപ്പി ഞങ്ങൾ കുറച്ച് വർഷങ്ങളായി ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പം അവന് ഒരുവിധം ഞങ്ങൾ എവിടെ പോയാലും ഒരാൾ പേര് ചോദിച്ചാൽ, ഇത് കുറച്ച് കാലം വരെ കൂടി അവൻ പേര് പറയാറില്ലായിരുന്നു. ഇപ്പം ആര് പേര് ചോദിച്ചാലും പറയും. എന്നോട് ചോദിക്കും എന്താ പേരെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം, അങ്ങനെയായിരുന്നു. ഇപ്പം ആര് ചോദിച്ചാലും അവൻ പേര് പറയും. ഇപ്പം സ്കൂളിൽ പോയാലും ആദ്യമൊന്നും മാഷന്മാരോട് സംസാരിക്കില്ലായിരുന്നു. ഇപ്പം ആ മാഷന്മാർ ചോദിച്ചാൽ മുഖത്ത് നോക്കിയില്ലെങ്കിൽ പോലും അവരോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് അവൻ്റെ മാഷന്മാരെല്ലാവരും എന്നോട് പറഞ്ഞതാണ്, എന്താ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ എന്നുള്ളത്. ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ മറ്റൊരാൾ അവനോട് ചോദിക്കുമ്പോൾ അവനുമായിട്ട് അവർ പറയുമ്പോഴാണല്ലോ എനിക്ക് കുറച്ചും കൂടി ആ മാറ്റം മനസ്സിലാവുക. അത് നല്ലപോലെ അറിയുന്നുണ്ട്. ഒരുവിധം കുട്ടികളുടെ കൂടെയാണെങ്കിലും ഇപ്പോൾ ഇത് കൂടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും ആദ്യം അങ്ങനെ അവൻ സംസാരിക്കില്ലായിരുന്നു. ഇപ്പം അവനെ കൂട്ടത്തിൽ കൂട്ടി, ആ കൂട്ടത്തിൽ അവനും കൂടാൻ തുടങ്ങി. അവരും ഇത് കൂടെ പോകുമ്പോൾ തന്നെ വാ ഇങ്ങോട്ട് വരുന്നില്ലേ, ഇന്ന് കളിക്കണ്ടേ, അങ്ങനെ ഒരുപാട് മാറ്റം. പിന്നെ അവന് ഇപ്പം അവന് തെറപ്പി ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അവൻ്റെ തെറപ്പിസ്റ്റ് അവന് ചേച്ചീന്നാണ് വിളിക്കുക, നിദ ഫാത്തിമ. ആളെ ഭയങ്കര കാര്യമാണ്. അവൾ ഉണ്ട് എന്ന് പറയുന്ന ദിവസം ഭയങ്കര ഉഷാറാണ് ഇരിക്കാൻ. കാരണം അവൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ അതുപോലെ അവളോട് സംസാരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ വരെ
അവന് വയ്യായിരുന്നു, പക്ഷെ ഞങ്ങളോട് ആരോടും പറയില്ല. വേദന ഉള്ളത് ഒരാളോട് വീട്ടിൽ പറയില്ല. അപ്പോൾ ഇവൻ്റെ ഭക്ഷണം കഴിക്കൽ എല്ലാ കാര്യങ്ങളും കുറഞ്ഞു. ഞങ്ങൾ എന്ത് ചോദിച്ചിട്ടും കുട്ടി പറയണില്ല. അപ്പോൾ എനിക്ക് അവസാനം തോന്നിയതിലാണ് ഞാൻ ഫ്ലോറിയോയിൽ ഓഫീസിൽ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ തെറപ്പി എടുക്കണം ആരാണെങ്കിലും, എനിക്കറിയില്ലായിരുന്നു അന്ന് നിധയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിധയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്, അപ്പം ചിലപ്പോൾ സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ അന്ന് ആ സെഷനിൽ ഇരിക്കാതെ നിധ അവനോട് ചോദിച്ചപ്പോൾ അറിഞ്ഞ 2 ദിവസമായിട്ട് അവന് വയറുവേദനയാണ്. അവൻ വീട്ടിലിത് ആരോടും പറയണില്ല. അന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതാണിപ്പോൾ നേരത്തെ പറഞ്ഞത്, ഡ്രിപ്പ് ഇട്ട് കിടക്കേണ്ടി വന്നു പറയുന്നില്ല. അപ്പം അവളോട് അത്രയും അവളോട് അവൻ അറ്റാച്ച്ഡാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് അവർ തമ്മിലൊരു റാപ്പോ അത് അവർ തമ്മിലുണ്ട്. അവളാണെന്ന് പറഞ്ഞാൽ രാവിലെ ചോദിക്കും ഒന്ന് നിധയാവോ ചേച്ചിയാവോ എന്ന് ചോദിക്കാം. എനിക്കറിയൂല. അത് അവനാ സെഷനിൽ ഇരിക്കാനുള്ള താല്പര്യം കൂടിയാണ് അവനത് കാണിക്കുന്നത്. ഒരുപാട് കാലമായി മോന് തെറപ്പി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മോനെ തുടങ്ങിയ ഈ കാലയളവിൽ അത് മുതലുള്ള ഈ സമയം വരെ അവന് ഒരുപാട് മാറ്റങ്ങൾ, മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്ന് അവന് കാര്യങ്ങൾ ആദ്യമൊക്കെ സ്കൂളിൽ പോയാൽ എണീറ്റ് പായണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ടൈമാണോ അത് അടങ്ങിയിരുന്നിട്ട് ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കോ ഇല്ലയോ എന്നുള്ളതെങ്കിലും അവന് ഇരിക്കാനുള്ള ക്ഷമ, പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ അത് ഭയങ്കര മടിയായിരുന്നു. അതുണ്ട്. വേറെ കുറേ കാര്യങ്ങൾ അവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ, അതിനൊന്നും എനിക്ക് അവൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരാവശ്യമല്ല. ഒക്കെ അവൻ സ്വയം ചെയ്യും. ഇതെല്ലാം തെറപ്പി ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ള മാറ്റമാണ്. ഇപ്പോൾ ഒരു 7-8 മാസമായിട്ട് ഫ്ലോറിയോൻ്റെ കൂടെ ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലും ഞങ്ങൾക്ക് അന്ന് കിട്ടിയിരുന്ന അതേ കാര്യങ്ങളിൽ ഒരു കുറവും വരുത്താതെ അവനിലുള്ള മാറ്റം അതിലൊരു കുറവും വരുത്താതെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവനും ഹാപ്പിയാണ്. തെറപ്പി ചെയ്യാൻ വേണ്ടിയിട്ടും അവന് ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്.